കാലടി പഞ്ചവാദ്യോത്സവം ഓഗസ്റ്റ് 15 സംഘടിപ്പിക്കും. കാലടി പഞ്ചവാദ്യോത്സവം 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കാലടി ക്ഷേത്ര കലാ ആസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന 29ാമത് കാലടി പഞ്ചവാദ്യോത്സവമാണ് നടത്തുന്നത്. രാവിലെ ആദരണ സദസ്സോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് പല്ലാവൂർ പുരസ്കാര ജേതാക്കളായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ചോറ്റാനിക്കര വിജയൻ മാരാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. ആസ്വാദക സമിതി സുവർണമുദ്ര, പൂരം ലവേഴ്സ് ഗ്രൂപ്പ് ആദരവ്, നെന്മാറ ഹരിഹര അയ്യർ എൻഡോമെന്റ് ചികിത്സാ സഹായം, പ്രോഗ്രാം ഡയറി പ്രകാശനം, പഞ്ചവാദ്യം എന്നീ പരിപാടികളാണ് അന്നേ ദിവസം നടക്കുന്നത്. 120ഓളം കലാകാരന്മാർ പങ്കെടുക്കും. സമിതി ഭാരവാഹികളായ കാലടി കൃഷ്ണ അയ്യർ, പാലിലി മോഹൻ, മറ്റൂർ വേണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പഞ്ചവാദ്യവും അല്ലെങ്കിൽ കലകളുമായിട്ട് വാദ്യകലയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പരിപാടികൾ ഇവിടെ നടക്കും. പലരും വരും. അദ്ദേഹത്തിന് ഈ സുവർണമുദ്ര കൊടുക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ചെണ്ട കലാകാരനും സുവർണമുദ്ര നൽകുന്നുണ്ട്. പറ്റുന്നൊന്നും അറിയില്ല. കലാകാരന്മാർ അങ്കുലി പരിമിതമാണ് കേരളത്തിൽ. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ പല്ലാവകൃഷ്ണൻകുട്ടി. അദ്ദേഹവും ഇവിടെ സ്വീകരിക്കാനായിട്ട് വരുന്നത് കലാകാരനാണ്. അദ്ദേഹം ധാരാളം ഓരോ വർഷവും കൊടുത്തു വരുന്ന ഒരു പുരസ്കാരമാണ്. ഏതാണ്ട് 70ഓളം സുവർണമുദ്രകൾ. ന്യൂസ് ബ്യൂറോ, കാലടി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.